നമസ്കാരം. ഞാൻ പ്രൊഫസർ ഡോക്ടർ കെ വി പിള്ളൈ, ഡയറക്ടർ കേശവ ഹോളിസ്റ്റിക് മെഡിക്കൽ സെൻറ്റർ, ചിന്മയ ലൈൻ, ആയുർവേദ കോളേജിന് പുറകുവശം, തിരുവനന്തപുരം 1. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഡിഫറൻറ്റ് ട്യൂമേഴ്സ് അല്ലെങ്കിൽ മുഴകൾ അല്ലെങ്കിൽ ക്യാൻസറിനെ പറ്റിയാണ്. നേരത്തെ പല എപ്പിസോഡിലും ഞാൻ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ തന്നെ ആളുകൾ കൂടെ ചോദിക്കുന്നതുകൊണ്ടാണ് ഒന്നുകൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാൻസർ എന്താണത്? ഈ ക്യാൻസർ സെല്ല് ഇല്ലാത്ത ഒരു ബോഡിയും ഭൂമുഖത്തില്ല. എനിക്കും ക്യാൻസറുണ്ട്, കേട്ടിരിക്കാൻ നിങ്ങൾക്ക് ക്യാൻസറുണ്ട്, എല്ലാ ആൾക്കും ക്യാൻസറുണ്ട്. അതായത് ക്യാൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അൺവാണ്ടഡ് സെൽസ് അക്യൂമുലേറ്റഡ് ഇൻ വൺ പ്ലേസ്, അതായത് വൺ ഓർഗൻ, എനി ഓർഗൻ, ആൻഡ് സ്പ്രെഡിങ് ടു അതർ ഓർഗൻസ്, മറ്റ് അവയവങ്ങളെ കൂടെ ബാധിക്കുന്നതാണ്. അപ്പം ഉദാഹരണം, ഈ ട്യൂമർ എന്ന് പറയുമ്പോഴത്തേക്ക് മുഴയുന്ന 2 രീതിയാണ്. ഒന്ന് മാലിഗ്നൻറ്റ്, ഒന്ന് ബിനൈൻ. ഒന്ന് ശല്യം ചെയ്യുന്നതിനാണ് ബിനൈൻ ട്യൂമർ എന്ന് പറയും. പിന്നെ ദോഷം ചെയ്യുന്ന ക്യാൻസറായിട്ടാണ് ബിനൈൻ ട്യൂമർ. അങ്ങനെ 2 ഇനം ട്യൂമറാണ് നമുക്ക് വരുന്നത്. അപ്പോൾ ബിനൈൻ ട്യൂമർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വലിയ ശല്യം ചെയ്യാത്തതുകൊണ്ട് ആരും അതിന് പ്രാധാന്യം കൊടുക്കുക, എന്നാലും അതിന് പ്രാധാന്യം കൊടുക്കണം. ഇപ്പോൾ തലച്ചോറിലൊക്കെ ബിനൈൻ ട്യൂമർ വന്നു കഴിഞ്ഞാൽ രോഗിക്ക് വളരെ ഈ സ്ട്രോക്കൊക്കെ വരാൻ വളരെ സാധ്യത കൂടുതലാണ്. പിന്നെ മാലിഗ്നൻസി എന്ന് പറഞ്ഞാൽ ക്യാൻസറാണ്. ക്യാൻസർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയുടെ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹൃദയം ഒഴിച്ചിട്ട് ബാക്കി എല്ലാ അവയവങ്ങളും ഇത് വരാൻ സാധ്യതയുണ്ട്. ഉദാഹരണം, കണ്ണിന് വരാം, നാക്കിന് വരാം, മൂക്കിന് വരാം, തൊണ്ടയ്ക്ക് വരാം, യൂട്രസിൽ വരാം, പിന്നെ അതുപോലെ തന്നെ ബോൺസിന് വരാം. അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്ത് വരുന്ന ഓരോ പേരാണ്. ഇപ്പോൾ ഉദാഹരണം, ബോൺ വരുമ്പോഴത്തേക്ക് നമ്മൾ സാർക്കോമ എന്ന് പറയും, മസിൽസ് വരുമ്പോഴത്തേക്ക് മയോമ എന്ന് പറയും. അങ്ങനെ ഓരോ അവയവത്തിന് വരുമ്പോഴത്തേക്ക് അങ്ങനെ പേരിട്ടിരിക്കണമെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും എല്ലാം സെയിമാണ്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് മോഡേൺ മെഡിസിൻ നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന ഒന്ന് കീമോതെറാപ്പി ആൻഡ് അടുത്ത് റേഡിയേഷൻ. ഈ കീമോതെറാപ്പി എന്ന് പറയുന്നത് യൂറോപ്പിലും അമേരിക്ക ഡെവലപ്പ് കൺട്രീസിൽ അത് കംപ്ലീറ്റ് ബാൻ ചെയ്തിരിക്കുകയാണ്, ഉപയോഗിക്കാൻ പാടില്ലെന്നുള്ളതാണ്. കാരണം ഏറ്റവും ടോപ്പായിട്ടുള്ള ഒരു വിഷമാണ് നമ്മൾ കീമോതെറാപ്പിയിൽ കുത്തിവയ്ക്കുന്നത്. പിന്നെ അടുത്തത് ഈ 3 കാര്യങ്ങളാണ് വരുന്നത്: കീമോതെറാപ്പി, റേഡിയേഷൻ ആൻഡ് സർജറി. അപ്പോൾ ഇതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലാത്തത് സർജറി മാത്രമേ ഉള്ളൂ. കീമോതെറാപ്പി നമുക്ക് ഒഴിവാക്കാം, പിന്നെ അതുപോലെ റേഡിയൻ തെറാപ്പി ഒഴിവാക്കാം. അതിന് സർജറി നമുക്ക് ഒഴിവാക്കാൻ നോക്കാം. സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് സർജറി ചെയ്തേ പറ്റൂ. അപ്പോൾ കീമോതെറാപ്പിക്ക് പകരം നമുക്ക് ചെയ്യാവുന്നത് കിലേഷൻ തെറാപ്പി ആൻഡ് ലേസർ തെറാപ്പി. ഇത് രണ്ടും നമുക്കൊണ്ട് നല്ല ഇമ്പ്രൂവ്മെൻറ്റ് പേഷ്യൻ്റ് പിന്നെ ന്യൂട്രീഷൻ, പിന്നെ അതുപോലെ കീമോതെറാപ്പി, റേഡിയേഷൻ വരെ നമുക്ക് കൊടുക്കാവുന്നത് ഈ ലേസർ തെറാപ്പിയാണ്. ലേസറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പേഷ്യൻസിന് റേഡിയേഷൻ കൊടുത്തിട്ട് അൾസർ ഉണ്ടാവും. ഈ അൾസർ ഉണങ്ങത്തില്ല. ഈ അൾസർ ഉണങ്ങാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നമുക്ക് ലേസർ തെറാപ്പി. അത്രയ്ക്ക് എഫക്റ്റീവാണ് ലേസർ. അപ്പം കിലേഷൻ തെറാപ്പി ആൻഡ് റേഡിയേഷൻ, പിന്നെ ലേസർ തെറാപ്പി കൊണ്ട് നമുക്ക് ക്യാൻസർ പേഷ്യൻറ്റിന് നല്ലൊരു ശതമാനം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ സാധിക്കും. പക്ഷേ ഇത് അവരുടെ അവെയർനെസ്, അവരുടെ അറിവില്ലായ്മ കൊണ്ടോ ഡോക്ടർമാർ അഡ്വൈസ് ചെയ്യാത്തത് കൊണ്ടോ ആണ് ഇത് ഇത്രയും കോംപ്ലിക്കേഷൻ ചെയ്യുന്നത്. കാരണം പിന്നെ ഈ കീമോതെറാപ്പി ചെയ്ത് കഴിഞ്ഞാൽ ആ പേഷ്യൻ്റ് പ്രതിരോധ ശക്തി കംപ്ലീറ്റ് പോവുകയാണ്. കാരണം മുടി വരെയും കൊഴിയും, പിന്നെ കുറേ കഴിഞ്ഞിട്ട് കിളിച്ച് വരും. പക്ഷേ ഇതിന് എഫക്റ്റീവായിട്ടുള്ള മോഡേൺ മെഡിസിൻ തന്നെ ഒരുപാട് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ അവർ കൂടുതലും അഡ്വൈസ് ചെയ്യുന്ന ഇതാണ്. ഇതുപോലെ തന്നെ ഹോമിയോപ്പതിക് മെഡിസിനിൽ ട്രീറ്റ്മെൻ്റ് ഉണ്ട്, മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെ ഉണ്ട്. അതുപോലെ ആയുർവേദത്തിലുണ്ട്, നാച്ചുറോപ്പതിയിലും ഉണ്ട്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിൽ തന്നെ മെയിനായിട്ട് ചെയ്യുന്നത് ആൻജിയോഗ്രാം ഒഴിവാക്കുക, ആൻജിയോപ്ലാസ്റ്റി ഒഴിവാക്കുക, അതുപോലെ ഈവൻ ബൈപ്പാസ് സർജറി ഒഴിവാക്കുക. ആൻജിയോഗ്രാമിന് പകരം നമുക്ക് ചെയ്യാവുന്നത് ഹാർട്ട് സ്കാനാണ്. അതുകൊണ്ട് 10-20 ഫംഗ്ഷൻ നമുക്കറിയാം. ആൻജിയോഗ്രാമിൻ്റെ പിന്നെ ബാഡ് ഇഫക്ട്സ് നമുക്ക് ഒഴിവാക്കാം. പിന്നെ കിലേഷൻ, പിന്നെ ബൈപ്പാസ് സർജറിക്ക് ആൻജിയോപ്ലാസ്റ്റിക്ക് പകരം നമുക്ക് ചെയ്യാവുന്നത് കിലേഷൻ തെറാപ്പി ആൻഡ് ലേസർ. അപ്പോൾ ഇതുപോലെ തന്നെ എൻ്റെ പ്രമാദമായ പേഷ്യൻസ് ഫോർമർ പ്രസിഡൻറ്റ് KR നാരായണൻ സാറ്, പിന്നെ അതുപോലെ അമേരിക്കൻ ഫോർമർ പ്രസിഡൻറ്റ് ജിമ്മി കോർട്ടർ, നമ്മുടെ മാർത്താണ്ഡ മഹാരാജാൻ്റെ മകൻ
പത്മനാഭവർമ്മ ഇവരൊക്കെ ആയിരുന്നു. ഇതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ടൊരു 7 മണിക്ക് ശേഷം എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.